ഈ താങ്കളുടെ പേരുമായി ചെറിയ സാമ്യമുള്ള ഒരാളാണ് AI പോളിസി മാനേജറായിട്ട് ശ്രീരാം കൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് വലിയ തോതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ടാണ്. അതായത് അപേക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല എന്നുള്ളത്. പക്ഷേ അത് അമേരിക്കൻ ജനതയെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു ഇന്ത്യ വിരുദ്ധതയ്ക്കൊക്കെ കാരണമാകുമോ എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് കണ്ടു. താങ്കൾക്ക് എന്താണ് താങ്കൾ ഈ അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗ്രീൻ കാർഡിനെ സംബന്ധിച്ച് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യനേഴ്സ് ഒരു ഫോറിനേഴ്സാണ്. അതെ. അപ്പം ഈ ഇന്ത്യക്കാരുടെ പഴയ ഒരു സ്റ്റാറ്റസ് അല്ല ഇപ്പോഴുള്ളത്. ഇന്ത്യക്കാരുടെ 2% വോട്ട് ബാങ്ക് ആണെങ്കിൽ കൂടിയും ഇന്ന് അമേരിക്കയിലുള്ള മിക്ക IT കമ്പനികളുടെയും CEO-മാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്. ഒരു അമേരിക്കക്കാരൻ്റെ ശരാശരി വരുമാനം $45,000 ആണെങ്കിൽ ഇന്ത്യക്കാരൻ്റെ 75 ആൻഡ് എബോവ് ആണ്. അപ്പോൾ എക്കണോമിക്കലി നമ്മുടെ ആൾക്കാർ സാമ്പത്തികമായും അതുപോലെ തന്നെ നേഴ്സിംഗ് മേഖലകളിലും IT മേഖലകളിലുമൊക്കെ ഈ അമേരിക്കക്കാരെക്കാട്ടി വളരെ മുൻപന്തിയിലാണ്. അത് അമേരിക്കക്കാരെ സംബന്ധിച്ചുള്ള 2% ഇന്ത്യക്കാർ അമേരിക്കയുടെ എല്ലാ കേന്ദ്രങ്ങളിലും പിടിമുറക്കുന്നുണ്ടോ? അതിപ്പോൾ അവർക്ക് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അവരോടൊരു വിരോധം തോന്നുന്നത് സ്വാഭാവികമാണ്. അതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജോയ് സാർ, ഇവിടെ ശ്രീകുമാർ സാർ സൂചിപ്പിച്ചു, അതായത് ശരാശരി അമേരിക്കക്കാരൻ്റെ വരുമാനവും ഇന്ത്യക്കാരൻ്റെ വരുമാനവും തമ്മിലുള്ളൊരു താരതമ്യം. അവിടെ സ്വാഭാവികമായും മലയാളികൾ അടക്കമുള്ളവർ മികവ് പുലർത്താനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. മലയാളികൾ എപ്പോഴും ഈ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരെ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രദേശം എന്നത് കേരളമാണ്. അവിടെയാണല്ലോ ഈ H1B വിസയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക. യഥാർത്ഥത്തിൽ അത് അടിസ്ഥാനപരമായ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ വിസയിൽ ഏതാണ്ട് 70% ഇന്ത്യക്കാരാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. പക്ഷെ ആദ്യമായിട്ട് ഞങ്ങൾ 20-ാം തീയതി ട്രംപ് ഭരണത്തിലേൽക്കുന്ന ആ ഒരു സുവർണാവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ട്രംപിൻ്റെ ഭരണമാറ്റവും ട്രംപ് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ലോകത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി. ജോയ് സാർ തെരഞ്ഞെടുപ്പിന് മുമ്പേ ട്രംപ് അനുഭാവിയാണോ? ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം, ഞാൻ ഒരു പരിപൂർണമായിട്ടുള്ള റിപ്പബ്ലിക്കനും ട്രംപ് അനുഭാവിയുമാണ്. അല്ല, ഒരു ആവേശവും ഉന്മേഷവും ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ നേതാവ് വരാൻ പോകുന്നു. ശരിയാണ്, പല ആശങ്കകളുണ്ട്. H1 വിസയെ പറ്റി ആശങ്കകളുണ്ട്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റിയുള്ള ആശങ്കകളുണ്ട്. ഈ ആശങ്കകളൊക്കെ അടിസ്ഥാനപരമായിട്ട് കാര്യമായിട്ടുള്ള ഒരു അത്ര വലിയ ചലനങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ പുറത്താക്കും എന്നുള്ളത് അമേരിക്കയിലെ ഏത് പൗരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 40 കൊല്ലം മുമ്പ് ന്യൂയോർക്ക് സിറ്റിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ വഴിയോരങ്ങളിൽ പോലും മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ട് അത്രമാത്രം വൃത്തിഹീനമാക്കി കൊണ്ട് നടക്കുന്നതിൽ സ്വന്തം രാജ്യം എന്ന് ഞാൻ മീൻ ചെയ്യുന്നത് അമേരിക്കയാണ്. അമേരിക്കയോട് യാതൊരുവിധ പ്രാതിപത്യവുമില്ലാതെ യാതൊരുവിധ സ്നേഹവുമില്ലാതെ അമേരിക്കയെ അടിസ്ഥാനപരമായിട്ട് ഇല്ലാതെ ആക്കുന്ന ഒരു രീതി. അതുകൊണ്ട് അവരെ ഇല്ലീഗൽ സിറ്റിസൻസിനെ പുറത്താക്കുന്നതിനോട് അമേരിക്കയിൽ നിന്നല്ല ഒരു ഇന്ത്യക്കാരനും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ലീഗലായിട്ട്, ഞാനും ഒരു ഇമിഗ്രൻ്റായിട്ട് വന്നതാണ്, ലീഗലായിട്ട് വന്നിരിക്കുന്ന സിറ്റിസനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ആശങ്കയ്ക്കും അത് വെറുതെ പറഞ്ഞു വരുത്തുന്ന അഭിമുഖങ്ങൾ മാത്രമാണ്. പിന്നെ H1 വിസയിൽ മാറ്റങ്ങളുണ്ടാകും. H1 വിസയിൽ വന്നിരിക്കുന്നവരെ പറഞ്ഞു വിടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ H1 വിസയിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നത് അതെങ്ങനെ ഫലിക്കുമെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഭാര്യ ഭർത്താവിനും H1 വിസയുണ്ട്. വരുന്ന കുഞ്ഞിന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് പൂർവ്വകാല അടിസ്ഥാനത്തിൽ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. ലഭിക്കണമോ എന്ന് ചോദിച്ചാൽ ലഭിക്കണമെന്ന് പറയും. എന്നാൽ ലഭിക്കാതിരുന്നാൽ അത്ര ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, അമേരിക്ക ഒഴിച്ചാൽ, അമേരിക്ക മാത്രമല്ല ഇന്ത്യയിലായാലും മറ്റു രാജ്യങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ജനങ്ങളോ ഇന്ത്യക്കാരോ അത്ര ആശങ്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.